സീതേ, ഉം, പിതാവ് പറഞ്ഞതനുസരിച്ച് രാത്രി മുഴുവൻ വ്രതമിരുന്ന് നമ്മുടെ കുലദൈവമായ സൂര്യനാരായണമൂർത്തിയെ പ്രണമിച്ചു. ഇത് പട്ടാഭിഷേകത്തിന് ഞാൻ തയ്യാറാകേണ്ട സമയമാണ്. ഈ നല്ല നിമിഷത്തിൽ ഭവതി എന്നെ ഇത്രയും ആഭരണങ്ങളെല്ലാം അണിയിച്ച് അലങ്കരിച്ചിരിക്കുകയാണല്ലോ. പട്ടാഭിഷേകത്തിന് അഭിഷേകങ്ങളെല്ലാം നടക്കുമ്പോൾ ഇവയെല്ലാം തന്നെ നനഞ്ഞു പോകുമല്ലോ. അതെ, നനഞ്ഞു പോവേണ്ടതാണെന്ന് എനിക്കും അറിയാം. അറിഞ്ഞിട്ടും ഇപ്പോഴെന്തിനാണ് അലങ്കരിച്ചത്? ഉം. എന്തുകൊണ്ടെന്നാൽ നാളെ ഈ അയോധ്യയുടെ ചക്രവർത്തിയായി സിംഹാസനത്തിൽ അമരുമ്പോൾ അങ്ങയെ എങ്ങനെയൊക്കെയാണ് അലങ്കരിക്കേണ്ടതെന്ന് എന്റെ ഭാവനയിൽ ഇപ്പോൾ തന്നെ ചെയ്ത് വീക്ഷിക്കുകയായിരുന്നു ഞാൻ. സീതേ, ഭവതിയുടെ അലങ്കാരങ്ങൾക്ക് ശേഷം നമ്മെ കാണാൻ എങ്ങനെയുണ്ട്? അങ്ങയുടെ തിരുവുടലിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ സൗന്ദര്യത്തിന് മുന്നിൽ എന്റെ അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് സ്പഷ്ടമായത്. ജനകനന്ദിനി, വില്ല് ചുമന്ന തോൾ പൊന്നു ചുമക്കുന്നതും വീരമലങ്കരിച്ച മാറിനെ വൈരമലങ്കരിക്കുന്നതും വസിഷ്ഠന്റെ വാഴ്ത്തലുകൾ കേട്ടു കേട്ടു നിറഞ്ഞ എന്റെ നെഞ്ചിന്റെ അഴക് മാണിക്യങ്ങൾ എടുത്ത് കാണിച്ച് ആഹാ, എന്റെ ഉടലാകെ താരകങ്ങൾ പൂത്ത ആകാശമാക്കി മാറ്റിയല്ലോ. മതി വർണ്ണിച്ചത്. പ്രഭു, വീരനായിരുന്ന അങ്ങ് എപ്പോഴാണ് കവിയായി മാറിയത്? ആദ്യമായി മിഥിലയിൽ വെച്ച് എപ്പോഴാണോ ഞാൻ ഭവതിയെ അന്ന് കണ്ടത്, അന്നു മുതൽ. സീതേ, എന്റെ ഭാവനയെ അതിശയോക്തമാക്കി അവിടുന്ന് ചെയ്ത ഈ അലങ്കാരത്തിന്റെ പ്രത്യേകത എടുത്തു പറയുകയാണെങ്കിൽ എന്നെ ഞാൻ തന്നെ പ്രണയിച്ചു പോവുകയാണ്. അത് ഞാൻ ബലമായി എതിർക്കുകയാണ്. അതെന്താണ് സീതേ? ഞാൻ ഭവതിയെ മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ എന്നാണോ? അല്ല, പ്രശസ്തമായ അയോധ്യ മഹാരാജ്യത്തിന്റെ കിരീടത്തിന് അവകാശിയാകാൻ പോകുന്ന താങ്കൾ ഇനി പ്രജകളെയാണ് പൂർണ്ണമായും പ്രണയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഭവതിയുടെ അർഹത നഷ്ടമാവില്ലേ സീതേ? എന്തിനു നഷ്ടമാവണം? ഞാനും ആ പ്രജകളുടെ വരിയിൽ ഒരുത്തിയായി തന്നെ നിന്നുകൊള്ളുമല്ലോ. രാജനീതിയിൽ മാതാവ്, പിതാവ്, പത്നി, പതി, ഉറ്റവർ, ഉടയവർ എന്നിങ്ങനെ സ്നേഹബന്ധങ്ങൾക്കിടമേയില്ല എന്നത് എന്റെ പിതാവ് ഇടയ്ക്കിടെ പറയാറുണ്ട്. നല്ലത് ജാനകി. വസിഷ്ഠന്റെ ഗുരുകുലത്തിൽ ഞാൻ പഠിച്ച നീതികൾ മറന്നു പോകാതെ ഓർമ്മപ്പെടുത്തിയതിന് വളരെ നന്ദി. സീതേ, ഈ അലങ്കാരങ്ങൾക്കൊപ്പം എന്റെ സ്വന്തം മാതാവിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച എന്റെ ചെറിയമ്മ കൈകേയി ദേവിയുടെ അടുത്തേക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങണമെന്ന് എന്റെ മനസ്സ് മൊഴിയുകയാണ്. ഇതാ, ഈ മലർമാലയും അണിഞ്ഞുകൊണ്ട് തന്നെ ചെല്ലൂ. ഈ തിരുരൂപത്തിൽ മാതാവ് അങ്ങയെ കണ്ടാൽ എന്തുമാത്രം സന്തോഷിക്കുമെന്നറിയാമോ? സീതേ, ഈ മലർമാല ഇപ്പോൾ അണിയിക്കേണ്ടതില്ല. എന്തേ? നാളെ പട്ടാഭിഷേകത്തിൽ ഞാൻ മകുടം ധരിച്ചതും ആ വലിയ സഭയിൽ ആദ്യത്തെ മാലയായി ഭവതിയുടെ കരം കൊണ്ട് ഈ മാല നമ്മെ അണിയിച്ചാൽ മതിയാകും. അങ്ങനെ ആവട്ടെ സ്വാമി, അങ്ങ് പോയി വന്നാലും. ആ, മന്ദരേ, നീ വിഷമിക്കണ്ട. നാരായണന്റെ ലീലകളാണിത്.
നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നിന്റെ ചെയ്തികളെക്കുറിച്ച് ചിന്തിച്ച് അഭിമാനിക്ക്. കൊള്ളാം കൈകൈ, കൊള്ളാം. കൊടുത്ത വാക്ക് പാലിച്ച് കേകൈ മന്നന്റെ പുത്രിയാണെന്ന് നീ തെളിയിച്ചിരിക്കുകയാണ്. അല്ല, സ്വന്തം പതിയുടെ മനസ്സ് നോവിച്ച് കേകേയി നാടിന്റെ രാജകുമാരി എന്ന സ്ഥാനപ്പേരിന് തന്നെ അപമാനം വരുത്തി വെച്ചവളാ ഞാൻ. കാണ്, എന്റെ മുഖം കണ്ട് വിരിയുന്ന ആ നേത്രങ്ങളും മുഖവും വാടിക്കിടക്കുന്നത് കാണ്. മംഗല്യത്താലി എന്റെ കഴുത്തിൽ അണിയിച്ച് മഞ്ഞളും കുങ്കുമവും മലരും എന്നിൽ തൂകി എന്നെ സ്നേഹത്തോടെ മാറോടണച്ച കരങ്ങൾ ചലനമറ്റു കിടക്കുന്നത് കാണ് മന്ദരെ, കാണ്. ഈ ക്രൂരതയ്ക്കെല്ലാം കാരണമായ നിങ്ങൾ എന്റെ മുന്നിൽ നിൽക്കരുത്. പോ, ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. എന്റെ കാര്യം കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? ഞാൻ പോവുകയാണ്. നേരെ സുമന്ത്രന്റെ അടുത്ത് ചെന്ന് അയാളോട് ഇവിടേക്ക് വരാൻ പറയാം. മന്നനോട് നീ ചോദിച്ച വരങ്ങൾ അയാളോട് എടുത്തു പറഞ്ഞ് നാളെ നടക്കാൻ പോകുന്ന രാമന്റെ പട്ടാഭിഷേകത്തെ നിർത്താൻ പറയേ. അതോടൊപ്പം രാമനോടും ഇവിടേക്ക് വരാൻ പറയാം. അവന് നിന്റെ ഈ കൈകൊണ്ട് തന്നെ കാഷായ വസ്ത്രം കൊടുത്ത് രാമനോട് 14 വർഷങ്ങൾ വനത്തിലേക്ക് ചെന്ന് തപസ്സനുഷ്ഠിക്കണമെന്ന് നീയും പറഞ്ഞേക്ക്. പിന്നീട് ഭരതനെ ഇവിടെ വരുത്തി അവന്റെ പട്ടാഭിഷേകം നടത്തുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നമുക്ക് ചെയ്യാം. പോട്ടെ. എന്റെ മനസ്സിലെ അഗ്നി ആളിക്കത്തുന്നത് അറിയാതെ അതിൽ എണ്ണ ഒഴിച്ചിട്ട് പോവുകയാണ്. വിധി മന്ത്രിയുടെ രൂപത്തിൽ ഈ അയോധ്യയുടെ രാജകുടുംബത്തിൽ എങ്ങനെയൊക്കെയാണ് വിളയാടുന്നത്. അവൾ തന്റെ ലക്ഷ്യം വളരെ വേഗത്തിൽ നിറവേറ്റാൻ പോവുകയാണ്. എന്നാൽ ഞാൻ സ്നേഹത്തോടെ വളർത്തിയ ആ കൺമണിയോട് നാളെ നിനക്ക് രാജപദവിയില്ല, നീ ആരണ്യത്തിലേക്ക് പോകൂ പുത്ര എന്ന് എങ്ങനെയാണ് ഞാൻ പറയുക? എന്റെ ചെറിയമ്മയുടെ തൃപ്പാദങ്ങളിൽ അവിടുത്തെ പുത്രന്റെ പ്രണാമം. രാമ. മാതേ, എന്താണ് അവിടുത്തെ നയനങ്ങൾ ഈറനണിഞ്ഞിരിക്കുന്നത്? രാമ, എനിക്ക് നിന്നോട് എന്നോട് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. പറയൂ മാതേ. അതെങ്ങനെ പറയും? മടിക്കാതെ പറഞ്ഞോളൂ മാതേ. രാമ, നിന്റെ പിതാവിന്റെ കനവിൽ നമ്മുടെ പൂർവികർ പ്രത്യക്ഷപ്പെട്ട് ഈ നാട് ഭരതനാണ് ഭരിക്കേണ്ടതെന്നും അതുകൊണ്ട് രാമന്റെ പട്ടാഭിഷേകം നിർത്തിവച്ചുകൊണ്ട് ഭരതന്റെ പട്ടാഭിഷേകം നടത്തണമെന്ന് പറഞ്ഞിരുന്നോ? ആയതിനാൽ നിന്റെ പിതാവ് പട്ടാഭിഷേകം നിർത്തിയിട്ട് ഭരതനെ രാജാവാക്കാൻ പോവുകയാണെന്ന് നിന്നോട് പറയാൻ എന്നെ ഏൽപ്പിച്ചു. ഇതെങ്ങനെ നിന്നോട്? എന്തേ, പറഞ്ഞാൽ എന്താ മാതേ? ഭരതൻ ആരാണ്? എന്റെ സഹോദരനല്ലേ? ഞങ്ങളിൽ ഈ നാട് ആര് ഭരിച്ചാലും ഒന്നു തന്നെയല്ലേ? മാത്രവുമല്ല, എന്റെ അനുജന്റെ വിജ്ഞാനവും എന്റേതിന് തുല്യമാണ്. ദൈവമേ, ഇത്രയും വലിയ നന്മയുള്ള ഈ കുഞ്ഞിനെ മന്ദരയുടെ പ്രേരണയിൽ അകപ്പെട്ട് പിരിയേണ്ട അവസ്ഥയാണല്ലോ. ഞാൻ എന്താണ് ചെയ്യുക? മാതേ, എന്താണ് അവിടുന്ന് ചിന്തിക്കുന്നത്? ഒന്നുമില്ല രാമ.
ഭരതനെ രാജാവാക്കണമെന്ന് പറഞ്ഞ പൂർവികർ നിന്റെ പിതാവിനോട് രാമൻ ജ്ഞാനിയാണ്, അവൻ വനത്തിൽ പോയി തപസ് ചെയ്താൽ ഈ ലോകം തന്നെ വളരുന്ന രീതിയിൽ വീണ്ടും വീണ്ടും അവന്റെ ജ്ഞാനം പ്രകാശഭരിതമാക്കും. ആയതിനാൽ അവനെ 14 വർഷങ്ങൾ വനത്തിലേക്ക് ചെന്ന് തപസ് ചെയ്യാൻ വേഗം പറഞ്ഞയച്ചാലും എന്നും പറഞ്ഞു അത്രേ. അങ്ങനെയാണോ? ആഹാ, ഇതെന്റെ മഹാഭാഗ്യമാണ്. രാമ, ഇതെല്ലാം ശ്രവിച്ച നിന്റെ പിതാവ് ഇതെല്ലാം നിന്നോട് എങ്ങനെ പറയുമെന്നോർത്ത് മനസ്സ് വല്ലാതെ വേദനിച്ചതിനാൽ ശേഷം എന്നോട് ഇക്കാര്യം പറഞ്ഞേൽപ്പിച്ചു. മാതേ, അവിടുന്ന് ഈ കാര്യം പറഞ്ഞാലും പിതാവ് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ? പിന്നെ നിന്നെ പിരിയുന്നതോർത്ത് മോഹാലസ്യപ്പെട്ട് വീണു. ഇപ്പൊ അദ്ദേഹം കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അതെയോ? ഇപ്പോൾ തന്നെ പിതാവിനെ കണ്ട് വനത്തിലേക്ക് പോകാൻ എനിക്ക് സമ്മതമാണെന്ന് പറയാൻ മാതേ. വേണ്ട രാമ, വേണ്ട. നിന്നെ പിരിയുന്നതോർത്ത് മയങ്ങി വീണ അദ്ദേഹം നിനക്ക് വനത്തിലേക്ക് പോകണമെന്ന ആഗ്രഹം അറിയിച്ചാൽ അതെങ്ങനെ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയും? അങ്ങനെയെങ്കിൽ വേണ്ട. എന്റെ പിതാവിന്റെ ആരോഗ്യത്തിന് ഞാൻ മൂലം യാതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. മാതേ, പിതാവിന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വനത്തിലേക്ക് പുറപ്പെട്ടു പോകുന്നതായും അദ്ദേഹത്തിന്റെ ഉയർന്ന ആഗ്രഹങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്നും പിതാവിനെ അറിയിച്ചാൽ മതി. എന്റെ തപസ്സിൽ മികവ് പുലർത്താൻ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. കൈകേയി, വെറുതെ അനുഗ്രഹിച്ചാൽ മാത്രം പോരാ. വനത്തിൽ തപസ്സനുഷ്ഠിക്കാൻ പോകുന്നവന് ഈ കാവ്യാടുകൾ നൽകി അനുഗ്രഹിക്കണം. നിന്റെ അനുഗ്രഹത്താൽ രാമൻ നല്ലൊരു മഹാജ്ഞാനിയായി തിരിച്ചു വരട്ടെ. കൈകേയി, ഇതാ, ഇത് നൽകൂ. നൽകിക്കോളൂ. ദാസിയോട് കാവ്യാടകൾ കൊണ്ടുവരാൻ പറഞ്ഞത് ആരാണ്? ഞങ്ങളുടെ പുത്രന്മാരുടെ ഗുരുകുല ജീവിതം കഴിയുന്നത് വരെ ഞങ്ങൾ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പത്നിയായ അരുന്ധതിയെ സഹായിച്ച് അവിടെയുള്ള പണികൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്രന്മാരോടൊപ്പം തന്നെ വസിക്കാൻ കഴിയുമല്ലോ. ഓഹോ, ഇതിനു വേണ്ടിയാണോ ഈ കാവ്യാടകൾ കൊണ്ടുവരാൻ പറഞ്ഞത്? ദേവിമാരെ, പുത്രന്മാർക്ക് ജ്ഞാനം നൽകേണ്ട കാലത്ത് ജ്ഞാനം നൽകി അഭ്യസിച്ച വിദ്യകളെല്ലാം മറ്റുള്ളവർ ബഹുമാനിക്കും വിധം അവരെ മുന്നേറാൻ സഹായിച്ച് ലോകത്തിലെല്ലാവരും പുകഴ്ത്തും വിധം ഒരു നല്ല പുരുഷനായി മാറ്റുക എന്നുള്ളതാണ് ഒരു നല്ല മാതാവിന്റെ കടമ. അന്തരേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പുത്രന്മാരെ കാണാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് മാത്രമെന്താ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലെന്നാണോ? ഉണ്ടല്ലോ. അവരുടെ ഭാവിയെ കരുതി നമ്മൾ തന്നെയാണ് ആഗ്രഹങ്ങളെല്ലാം അടക്കി വെക്കേണ്ടത്. അവർ തിരികെ വരുന്നത് വരെ അല്പം ക്ഷമിച്ചാലും. ഏയ് ദാസി, ഈ ആടകൾ എടുത്തോണ്ട് പോ. ഇതാ കൈകേയി, നൽകിയാലും. കൈകേയി, നീ ഇത് നൽകിയാലും. മുത്തശ്ശി, രാമനോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്ന മന്ദരയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ മനസ്സ് മാറാനായത്? മന്ദരയുടെ മനസ്സ് ആരാണ് മാറ്റിയത്? കാലം മനുഷ്യരെ എങ്ങനെയാണ് മാറ്റി വിളയാടുന്നത്? കാലത്തിന്റെ വിളയാട്ടത്തിൽ നിന്നും നമുക്ക് ആർക്കും രക്ഷപ്പെടാനാവില്ല. അവിടുന്ന് അതോർത്ത് വിഷമിക്കാതിരുന്നാലും. രാമ, രാമ, അഖില ലോകവും വാഴ്ത്തുന്ന ആത്മജ്ഞാനിയായ നീ അയോധ്യയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന്
നിനക്ക് ആശംസകൾ നേരുന്നു രാമ, നേരുന്നു രാമ. മാതാവിന്റെ വാക്കുകൾ ദൈവവാക്കായി ഭവിച്ച് എന്നെ കാത്തുരക്ഷിക്കട്ടെ. മാതേ, ഞാൻ പോയി വരാം. മുത്തശ്ശി, ഞാൻ പോയി വരാം. കൈകേയി, നമ്മുടെ പരിശ്രമത്താൽ നമ്മൾ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. ഇല്ല, ഒരുപാട് പരാജയപ്പെട്ടിരിക്കുന്നു. നാളെ നിന്റെ മകുടാഭിഷേകമാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ട എന്റെ രാമൻ ചെന്താമര പോലെ വിരിഞ്ഞ മുഖവുമായി വന്നു. ഇല്ല, നീ വനത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞതും ആ ചെന്താമര വീണ്ടും വിടർന്നതുപോലെ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. മന്ദരെ, ഭരതൻ രാജാവായി കഴിഞ്ഞാൽ രാമന്റെ സ്ഥാനം താഴ്ന്നു പോകുന്നു പറഞ്ഞില്ലേ? താ നോക്ക്, എന്റെ രാമൻ എന്റെ ആജ്ഞയെ പിതാവിന്റെ ആജ്ഞയായി കരുതിക്കൊണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിച്ച് വലിയ മാമലയേക്കാൾ ഉപരി ഉയർന്നു ചെല്ലുകയാണ്. നമ്മളൊക്കെയാ ആ മലയുടെ അടിവാരത്തിൽ കിടക്കുന്ന പാഴായ കല്ലുകളെ പോലെ കിടക്കുകയാണ്. രാമ, കൈകേയി,